ജീവിത വിജയം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറയാം. ഇതിലോരോന്നും നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിച്ച് നമ്മളൊന്ന് നോക്കണം. ഇതെല്ലാം നമുക്ക് പാലിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും വലിയ വിജയം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ സ്മരണയെ നമ്മൾ നിലനിർത്തുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ നമ്മുടെ റബ്ബാണ്. ആ റബ്ബിനെ നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. അവൻ നമ്മുടെ കൂടെയുണ്ട്. ആരില്ലെങ്കിലും ആര് കൈവിട്ടാലും എൻ്റെ റബ്ബ് എന്നെ കൈവിടുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൻ്റെ സ്മരണ എപ്പോഴും നമുക്ക് നിലനിർത്താൻ കഴിയണം. അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താൻ ഏറ്റവും പറ്റിയത് അസ്സലാഹ്, നിസ്കാരമാണ്. അപ്പോൾ 5 വക്ത് നിസ്കാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നടത്താതെ ഒരു നിസ്കാരം പോലും ഖളാ ആകാതെ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, ഏതൊരു കാര്യത്തിലും ആരില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൂടെയുണ്ട് എന്ന ആ ദൃഢവിശ്വാസത്തോടുകൂടി അള്ളാഹുവിൻ്റെ ആ സ്മരണ കൃത്യമായി നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുക. ഒന്നാമതായിട്ട് അത് നമ്മുടെ മനസ്സിന് വലിയ ശാന്തി, സമാധാനം കൊണ്ടുതരും. അല ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം, ശാന്തി കൊണ്ടുവരും എന്ന് അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ബ്രിങ്സ് പീസ് ടു ദി ഹാർട്ട്, ഹൃദയത്തിന് അത് സമാധാനത്തിന് കൊണ്ടുവരും, ശാന്തിയെ കൊണ്ടുവരും. അതുകൊണ്ട് കൃത്യമായി 5 വക്ത് നിസ്കാരം നമ്മൾ അത് ഉറപ്പിക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഹോണസ്റ്റി, എപ്പോഴും സത്യസന്ധത പാലിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും നമ്മൾ സത്യസന്ധതയ്ക്ക് എതിരായിട്ടുള്ള ഒരു പ്രവൃത്തിയോ വാക്കോ ഒന്നും നമ്മളിൽ നിന്ന് ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം. സത്യസന്ധത പാലിക്കുന്നവരാണ് ഏറ്റവും മുന്തിയ ജീവിതം ലഭിക്കുന്നവർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഹോണസ്റ്റി ഈസ് ദി ബെസ്റ്റ് പോളിസി. ഈ സത്യസന്ധത എന്നത് അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തമമായ നയം. അത് ഈ ഹോണസ്റ്റിയാണ്. സത്യസന്ധത നമ്മൾ പാലിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ സത്യസന്ധമായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ട്രൂത്ത്ഫുൾ ലൈഫ് ഈസ് എ ലൈഫ് ലിവ്ഡ് വിത്തൗട്ട് ഫിയർ. അങ്ങനെ ജീവിക്കുന്നവർക്ക് യാതൊരു ഭയവുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിയും. എന്തെങ്കിലും സത്യസന്ധതയ്ക്ക് എതിരായിട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലൊരു പേടി, ഞാൻ പിടിക്കപ്പെടുമോ, അല്ലെങ്കിൽ അത് ആരെങ്കിലും അറിയുമോ, ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും വന്നുകൊണ്ട് മനസ്സിനൊരു സമാധാനക്കുറവ് ജീവിതത്തിൽ തന്നെ വരും. അപ്പോൾ രണ്ടാമതായിട്ട് സത്യസന്ധത കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം. അതിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. മൂന്നാമത് നമ്മുടെ മാതാപിതാക്കളെ സേവിക്കുക, മാതാപിതാക്കളോടുള്ള കാരുണ്യം നിലനിർത്തുക. അതെപ്പോഴും നമ്മൾ പാലിച്ചു കൊണ്ടിരിക്കണം. പേരൻസിനെ നമ്മൾ മറക്കാനേ പാടില്ല. കാരണം ഹദീസിൽ തന്നെ കാണാം, മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ അവസരമുണ്ടായിട്ടും ചെയ്യാതെ ഒരാൾ അങ്ങനെ പോവുകയാണെങ്കിൽ അവനേക്ക് അള്ളാഹു അവൻ്റെ റഹ്മത്തിനെ തൊട്ട് ദൂരത്താക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ മാതാപിതാക്കളിൽ ഒരാൾ അല്ലെങ്കിൽ 2 ആൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കൊരു ഛേ എന്ന വാക്ക് പോലും പറയാതെ എന്താക്കണം, അവരെ നല്ല കാരുണ്യത്തോടു കൂടി കൊണ്ടുപോകാൻ കഴിയണം. അങ്ങനെ മാതാപിതാക്കളെ നമ്മൾ പരിഗണിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ തിക്തഫലം ഈ ഭൗതിക ലോകത്ത് തന്നെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതിലൂടെ നമുക്ക് പരാജയങ്ങളാണ് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ സേവിക്കുന്നതിലൂടെ നമുക്ക് വലിയ വിജയമുണ്ടാകും. സെർവിങ് പാരൻസ് ഈസ് ദി ഷോർട്ട് കട്ട് ടു സക്സസ്. അതൊരു ഷോർട്ട് കട്ടാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, അവർക്ക് കാരുണ്യം ചെയ്യുക എന്നത് അതൊരു ഷോർട്ട് കട്ടാണ്. വിജയങ്ങളിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ്. അത് വളരെ എളുപ്പത്തിൽ വിജയത്തിലേക്കുള്ള എളുപ്പ വഴിയാണത്. ഇനി 4മതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അമാനത്ത് പാലിക്കണം. അതായത് നമ്മൾ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് അത് കൃത്യസമയത്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം. വലാ തഖുൻ മൻ ഖാനക, അദ്ദിൽ അമാനത്ത, നീ അമാനത്ത് അത് കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ നിന്നെ ഒരാൾ ചതിച്ചാലും അവനെ നീ അങ്ങോട്ട് ചതിക്കാൻ നിൽക്കരുത് എന്നർത്ഥം വരുന്ന ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ വിശ്വാസവഞ്ചന അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇൻ്റഗ്രിറ്റി ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്
ഈവൻ വെൻ നോ വൺ ഈസ് വാച്ചിങ്. ഒരാളും കാണുന്നില്ലെങ്കിലും ആരും നമ്മളെ നിരീക്ഷിക്കുന്നില്ലെങ്കിലും ശരിയായ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക. അത് സത്യസന്ധതയാണ്. യുവർ വേർഡ് ഈസ് യുവർ ബോണ്ട്. നിന്റെ വാക്കുകൾ അത് നിന്റെ ഒരു കരാറാണ്. കരാറ് പാലിക്കുക എന്നുള്ളത് അത് സത്യവിശ്വാസിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. അതുപോലെ അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗുഡ് ക്യാരക്ടർ, നമ്മുടെ ഉത്തമ സ്വഭാവം. നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള അഞ്ചാമത്തെ കാര്യം അത് നല്ല സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ അഹാസിനുക്കും അഖ്ലഖ. എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. ഉത്തമ സ്വഭാവം ആർക്കാണോ ഉള്ളത് അവരാണ് എന്നിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്നത്. ക്യാരക്ടർ ഈസ് യുവർ ഐഡന്റിറ്റി. കാരണം ഈ സ്വഭാവം എന്ന് പറയുന്നത് അത് നിന്റെ ഐഡന്റിറ്റിയാണ്. ഗുഡ് മാനേഴ്സ് ആർ ദി മിറർ ഓഫ് എ നോബിൾ സോൾ. നല്ല പെരുമാറ്റങ്ങൾ അത് ഉത്തമമായ ആത്മാവിൻ്റെ ഒരു കണ്ണാടിയാണ്. അപ്പോൾ ജീവിത വിജയം ലഭിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഉത്തമ സ്വഭാവം ഉണ്ടായിരിക്കുക എന്നത് തന്നെയാണ്. ചുരുക്കത്തിൽ ഈ പറഞ്ഞ 5 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും വലിയ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.